ചേട്ടാ നമസ്കാരം. നമ്മുടെ പാകിസ്ഥാൻ നമസ്കാരം. നമ്മുടെ പാകിസ്ഥാനല്ല നമ്മുടെ പാകിസ്ഥാനല്ല, അതിന്റെ വായിന്ന് ഒരു നാക്കുപഴ. പാകിസ്ഥാൻ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഡെയിലി നിങ്ങൾ ഇതാണല്ലോ പറയുന്നത്, പാകിസ്ഥാനിൽ പ്രതിസന്ധി, പാകിസ്ഥാനിൽ പ്രതിസന്ധി എന്നാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഒരു വമ്പൻ പ്രതിസന്ധി ഇപ്പോ ഈ നിമിഷത്തിൽ സംജാതമായിരിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേലൊക്കെ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് താലിബാൻ പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇറാൻ ഒരു ആണവ ശക്തിയായി വളരാതിരിക്കാനായിട്ട് ഈ ഇസ്രായേൽ ചെയ്തത് അതിനകത്തുള്ള ഈ അതായത് ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ വധിക്കുക എന്നുള്ളതായിരുന്നു. മൊസാദിന്റെ വമ്പൻ വമ്പൻ ഓപ്പറേഷനുകളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ താലിബാന്റെ തലവൻ പാകിസ്ഥാൻ താലിബാൻ പാകിസ്ഥാനിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ താലിബാന് കൊടുത്തൊരു വാണിംഗ് തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഉടനെ അപ്പുറത്ത് നിന്ന് ഈ താലിബാന്റെ തലവൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ആ സമയത്ത് ഞാൻ അത് വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡയലോഗായിട്ട് എടുത്തില്ല. ആണവ ശക്തിയായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ കൂടെ താലിബാൻ എന്ത് മുട്ടാൻ, പോരാത്തതിന് യവന്മാർക്ക് വിമാനം പറത്താൻ പോലും അറിയത്തില്ല. ഈ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കെട്ടും കെട്ടി ട്രൂപ്പിനെ പിൻവലിച്ച് പോയപ്പോ അമേരിക്ക അവിടെ മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസും വെടിയുണ്ടകളും തോക്കുകളും ഹെലികോപ്റ്റർ ചോപ്പറുകൾ വരെ അവിടെ ഇട്ടിട്ടാണ് പോയത്. അമേരിക്ക ആക്ച്വലി ഒരു യുദ്ധം ഉണ്ടാവുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചായിരിക്കും അങ്ങനെ ഇട്ടിട്ട് പോയത്. പക്ഷെ ഇത് പറത്താൻ പോലും ഇവന്മാർക്ക് അറിഞ്ഞൂടാ എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് പാകിസ്ഥാന് ആ കാര്യത്തിൽ എന്തായാലും ആശങ്കയില്ല. പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ ആണവ ശക്തിയാണ്, ഞങ്ങളോട് കളിക്കില്ല. അപ്പൊ താലിബാൻ തിരിച്ചടിച്ച ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് അന്ന് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായില്ല, ഇന്ന് മനസ്സിലാവുന്നു. താലിബാൻ അന്ന് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ആണവ വീര്യമുള്ള പോരാളികളുണ്ട്, നിങ്ങൾ നിലം തൊടിയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ പാകിസ്ഥാനിലുള്ള കരസേനാ മേധാവി ഒരു ഡയലോഗ് അടിച്ചു പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫിനോട്. അങ്ങനെ നമ്മൾ അവരെ വില കുറച്ച് കാണരുത്, യവന്മാരെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ യുദ്ധമല്ല, യവന്മാര് നുഴഞ്ഞു കയറി അടിച്ചു കളയും എന്നാണ് പറഞ്ഞത്. സമാനമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. പാക് അറ്റോമിക് എനർജി കമ്മീഷന്റെ 16 ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ ഇവന്മാര് പുഷ്പം പോലെ വന്ന് തട്ടിക്കൊണ്ടുപോയി. ഈ ഞാൻ അവന്റെ വിഷ്വല് കണ്ടായിരുന്നു, നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിഷ്വല് സത്യം പറഞ്ഞാൽ അവര് സയന്റിസ്റ്റുകളാണോ അതേ ഉസ്താദുമാരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇവരുടെ വേഷവിധാനങ്ങൾ എന്ന് പറയുന്നത്. സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് കോട്ടൊക്കെ ഇട്ടൊക്കെ അല്ലേ വരുന്നത്. ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് മറ്റേ ആയത്തുള്ള ഖമനയെ പോലെയൊക്കെയാണ് അവന്മാര് കാണാനിരിക്കുന്നത്. അവന്മാർ എന്ത് യാചിക്കുകയാണ്, ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയോ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയോ എന്ന് പറഞ്ഞുകൊണ്ട്. വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാന്റെ 16 ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ അഫ്ഗാനിസ്ഥാൻ തട്ടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ലേ. പിന്നെ ഇത് നടക്കാനുള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യണം ബിജുട്ടാ. അതായത് ഇന്ത്യക്കെതിരെയുള്ള ഉപരോധം 26 വർഷത്തിന് ശേഷം അമേരിക്ക നീക്കിയിരിക്കുകയാണ്. ഈ പൊക്രാനിൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തിയ ആ ഉപരോധം, നമ്മുടെ വാജ്പേയി സർക്കാർ ഇരിക്കുന്ന കാലത്ത് നടത്തിയ അതേ ഉപരോധം എടുത്ത് പാകിസ്ഥാന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് താലിബാൻ ഇത് നടത്തിയിരിക്കുന്നത്, ഈ സയന്റിസ്റ്റുകളെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതോടുകൂടി പാകിസ്ഥാന്റെ ഗ്യാസ് തീരുകയല്ലേ, എന്താ തോന്നുന്നത്? അല്ല, ഈ ഇപ്പൊ ഇവരെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് തെഹ്രിക്കെ താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന. ഈ തെഹ്രിക്കെ ഉം. താലിബാൻ എന്തിനാ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അഫ്ഗാനിസ്ഥാൻ പിടിക്കാൻ വേണ്ടിയിട്ട് താലിബാന് വേണ്ടിയിട്ട് എല്ലാ സഹായം ചെയ്തു കൊടുത്തിരുന്നത് പാക് സൈന്യമാണ്. അതായത് ഞങ്ങൾ ഉണ്ട് താലിബാനെ പരസ്യമായി പിന്തുണച്ചിരുന്ന, അവർക്ക് പരസ്യമായി സഹായം ചെയ്തിരുന്ന ഒരു രാജ്യമാണ്. അവരുടെ സഹായത്തിന് കുറച്ചുകൂടി ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ തെഹ്രിക് താലിബാനെ ഈ പാക് ഭരണകൂടം വളർത്തിക്കൊണ്ടുവന്നത്. പാകിസ്ഥാനിലുള്ള താലിബാന്റെ ബ്രാഞ്ചാണ് ഈ തെഹ്രിക് താലിബാൻ എന്ന് പറയുന്നത്. അങ്ങനെ പാകിസ്ഥാൻ രാപകല് കഷ്ടപ്പെട്ട് താലിബാനെ അധികാരത്തിലേറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. പക്ഷെ താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ ചെയ്തത് എന്താണ്? അവരുടെ ബ്രാഞ്ചിനെ എങ്ങനെയും പാകിസ്ഥാൻ അധികാരത്തിലേറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതായത് തെഹ്രിക് താലിബാൻ പാകിസ്ഥാൻ പിടിക്കുക. തെഹ്രിക് താലിബാൻ പരസ്യമായിട്ട് തന്നെ അവരുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആളുകളാണ്, താലിബാനികളാണ് ഈ അഫ്ഗാനിസ്ഥാൻ പിടിച്ച് ഭരിക്കുന്നത്. ഞങ്ങള് അതേപോലെ തന്നെ പാകിസ്ഥാൻ പിടിച്ച് ഞങ്ങൾ ഭരിക്കും, രണ്ട് രാജ്യങ്ങൾ താലിബാൻ ഭരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് തെഹ്രിക് താലിബാൻ. അതായത് പാമ്പ് കൊടുത്ത അല്ല പാല് കൊടുത്ത് കഴിക്കുന്നതിന് കൊത്തുക, ഇല്ലെങ്കിൽ നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ നമ്മുടെ കൊയ്യുക നാട്ടിൽ ഇതിനെ എന്നതാണ് പാകിസ്ഥാൻ. നമ്മുടെ നാട്ടിൽ ഇതിനെ കൂടെ നിന്ന് കോൺക്രീറ്റ് ഇടുക എന്ന് പറയും. അതെ, അത് തന്നെയാണ് അവർ ചെയ്തത്. അത് അവർ എല്ലാം അങ്ങനെയാണ്. നമ്മൾ എന്ത് ഒരു നാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിതയ്ക്കുന്നു, അത് നമ്മൾ കൊടുങ്കാറ്റായിട്ട് കൊയ്തേ മതിയാകും. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. ഉം. അതാണ് ഇപ്പൊ പാകിസ്ഥാൻ അനുഭവം. പക്ഷെ അതെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ഇതിനകത്ത് പറയുന്ന, ആ വാർത്തയിൽ പറയുന്ന കാര്യം അണു ബോംബ് എന്നാണ് ഇവിടെ. ഈ ബോംബ് എന്ന് പറയുമ്പോൾ അതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതാണ്. ഈ ഉം. ബോംബിന്റെ നിർമ്മാണം ഫൈനൽ സ്റ്റേജിലാണ്. അതിന് മുമ്പ് അനവധി സ്റ്റേജുകളുണ്ട്. അതിനൊക്കെ സയന്റിസ്റ്റുകൾ ആവശ്യമാണ്.
ത്തിന്റെ പ്രോസസ്സിംഗ് ആയാലും ബാക്കിയുള്ളതിനൊക്കെ ആയാലും അനവധി സയന്റിസ്റ്റുകൾ ആവശ്യം, ആയിരക്കണക്കിന് നൂറുകണക്കിന് സയന്റിസ്റ്റുകൾ അതിന്റെ ഓരോ ഭാഗത്തിനും വേണ്ടി. ഇത് അതിന്റെ ഫൈനൽ രൂപം, അതായത് അണുബോംബിലേക്ക് എത്തുന്ന അത്തരം സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിർണായകമായ സയന്റിസ്റ്റുകൾ. ഇപ്പം നേരത്തെ ധനുഷ് സൂചിപ്പിച്ച പോലെ മൊസാദ് ഇറാന്റെ സയന്റിസ്റ്റുകളെ കൊല്ലുന്നത് സാധാരണ സയന്റിസ്റ്റുകളെയോ ഇല്ലെങ്കിൽ ആ ആണവ നിലയവുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകളെ അല്ല, അതിന്റെ പോർമുനകൾ ഘടിപ്പിക്കാൻ അറിയാവുന്ന സയന്റിസ്റ്റുകൾ, അതുപോലെ ഈ ബോംബിന്റെ ആ ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയോജിപ്പിക്കാൻ അറിയാവുന്ന സയന്റിസ്റ്റുകൾ, അങ്ങനത്തെ ബ്രെയിനുകളെയാണ് അവർ തകർത്ത് കളയുന്നത്. ഇവിടെ ഈ തട്ടിക്കൊണ്ടുപോയ 16 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോംബിന്റെ ഫൈനൽ സ്റ്റേജ് ഉണ്ടാക്കുന്ന ബ്രെയിൻസ് ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഈ പല ഘട്ടങ്ങളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ചേർത്ത് വെച്ചിട്ട് ഉള്ള ഒരു ഫൈനൽ സാധനം ഉണ്ടല്ലോ, ആ ഫൈനൽ സാധനം അറിയുന്ന പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളെയാണ് ഈ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനകത്തൊരു വലിയ അപകടമുണ്ട്. ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ മുമ്പ് ചെയ്തൊരു വാർത്തയുണ്ട്, പാകിസ്ഥാൻ പോകുന്നത് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ്. അവിടെ ഈ ഭീകരവാദികൾ തെഹ്രീക്ക് താലിബാനെ പോലെയുള്ള ഭീകരന്മാർ നാളെ അവിടെ അധികാരം പിടിച്ചു കഴിഞ്ഞാല് ഈ ആണവ ആയുധമൊക്കെ ഇവന്മാരുടെ കയ്യിലേക്ക് എത്തും. ഇവന്മാർക്കെന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ പ്രോട്ടോകോൾ ഒന്നും അറിയില്ല, എങ്ങോട്ടെങ്കിലും ഒക്കെ എടുത്ത് വിട്ടുകളയും ഈ സാധനം. എന്താണെന്ന് ഒരു പിടുത്തവും നമുക്ക് കാണത്തില്ല. അപ്പം അത് അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത്. ഇത് മുൻകൂട്ടി ഇതേ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന്റെ പക്കലുള്ള ആണവായുധം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നതും നമ്മൾ ആഗോള തലത്തിൽ, അതായത് ഇന്റർനാഷണൽ തലത്തിൽ നമ്മളൊരു ആണവ നയം രൂപീകരിക്കുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷമാകുന്നു. ഇന്ന് വരെ റഷ്യ ആണവായുധം ഉപയോഗിക്കുകയോ ഇന്റർനാഷണൽ പ്രോട്ടോകോൾ തെറ്റിക്കുകയോ ചെയ്തിട്ടില്ല. ആ പ്രോട്ടോകോളിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് റഷ്യ ചെയ്യുന്നത്. എന്നാൽ പുട്ടിന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ പണ്ടേക്ക് പുള്ളി ആണവായുധം എടുത്ത് വാരി വിതറിയിട്ട് പോകേണ്ടതാണ്. ഇസ്രയേലിന് വേണമെങ്കിൽ അത് ചെയ്യാം, അവരുടെ പക്കലും ഉണ്ട് ഈ സാധനം, അവരത് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇനിയിപ്പോ നോക്കിക്കോളൂ ധനുഷ, ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 16 ഭീകരരെ തട്ടിക്കൊണ്ട് പോയത് ഒരു ഇന്റർനാഷണൽ വാർത്തയാണ്. ഈ 14 ഭീകരരെ അല്ല, സോറി, 14 സയന്റിസ്റ്റുകളെ കൊണ്ടുപോയത് ഇന്റർനാഷണൽ വാർത്തയാണ്. ഇനിയിപ്പോ ലോകത്തിലെ വമ്പൻ രാജ്യങ്ങളുടെ ശ്രമം ഈ പാകിസ്ഥാന്റെ പക്കലുള്ള ആണവായുധങ്ങൾ എങ്ങനെ തകർക്കാം എന്നുള്ളതായിരിക്കും. അതായത് ഇറാനോട് ഇപ്പോൾ ഈ അമേരിക്ക ചെയ്യുന്ന, ഇസ്രായേൽ ചെയ്യുന്ന അതേ പണി തന്നെ നാളെ ഇസ്രായേലും അമേരിക്കയും എല്ലാം ചെയ്യും. കാരണം എന്താണെന്നറിയാവോ? അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം ഇവന്മാരുടെ കയ്യിലുള്ള ഈ ആണവായുധങ്ങളൊന്നും സുരക്ഷിതമല്ല. പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ള വാർത്തകൾ മുൻപും വന്നിരുന്നതാണ്. സുരക്ഷിതമല്ല എന്ന് ലോകത്തിന് ബോധ്യമായാൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഈ നാളെ ഇപ്പോഴുള്ള പാകിസ്ഥാൻ ആയിരിക്കില്ല നാളെ, അവിടെ അധികാരത്തിൽ വരുന്ന പ്രാന്തന്മാർ എങ്ങോട്ടൊക്കെ ഇത് വിടുമെന്നറിയില്ല. ജനങ്ങൾക്ക് വലിയ നാശം സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നു. അതിനകത്ത് ഒന്നാമത്തെ ഘട്ടമാണ് ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത്, ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളത്, സാമ്പത്തികമായി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഫസ്റ്റ്. ഇറാനെതിരെയും അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രധാനപ്പെട്ട തലവന്മാരെ തട്ടുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ എനിക്കുണ്ടാകുന്ന ഒരു സംശയം, അതൊരു ലോജിക്കായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ 16 പേരെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലും അമേരിക്കയോ റോയോ മൊസാദോ പ്രവർത്തിച്ചിരിക്കാം. കാരണം അവരുടെ ബ്രെയിൻസിനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൊണ്ടുപോയത് തെഹ്രീക്ക് താലിബാൻ ആണെങ്കിലും അവർക്ക് കിട്ടിയ ഒരു ഇന്റർനാഷണൽ കൊട്ടേഷൻ ആണോ? ഇന്ത്യ അല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇന്ത്യയും താലിബാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ UAE വെച്ച്. അതെ, എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ കൊട്ടേഷനാണ് തെഹ്രീക്ക് താലിബാൻ എടുത്തിരിക്കുന്നത്. കാരണം തെഹ്രീക്ക് താലിബാനെ സംബന്ധിച്ച് ഈ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുപോയിട്ട് പ്രത്യക്ഷത്തിൽ ഗുണമൊന്നുമില്ല. കാരണം അവർ ആ വീഡിയോയിൽ കുറെ ഡിമാൻഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. ആ ഡിമാൻഡ്സ് ഒരിക്കലും പാകിസ്ഥാൻ അംഗീകരിക്കാൻ പോകുന്ന ഡിമാൻഡും അല്ല. ആ ഒരു കുറെ ഡിമാൻഡുകൾ പറഞ്ഞിട്ട് വിലപേശാനായിട്ട് ഈ 16 സയന്റിസ്റ്റുകളെ കൊണ്ടുകൊണ്ട് ഒരു കാര്യവും തെഹ്രീക്ക് താലിബാൻ ഇല്ല. ഓൾറെഡി അവന്മാർ അവിടെ ബോംബും വെച്ച് സൈന്യത്തിനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ വലിയ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് എന്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഇന്റർനാഷണൽ തലത്തിൽ നിന്ന് ഈ തെഹ്രീക്ക് താലിബാന് കിട്ടിയ ഒരു വലിയ കൊട്ടേഷനാണ് ഈ സയന്റിസ്റ്റുകളെ ഇത് ചെയ്യുക. അതിന് മുന്നോടിയായിട്ടാണ് അമേരിക്ക പാകിസ്ഥാനിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ഒന്ന്, അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കാരണം ഇപ്പൊ ഈ സയന്റിസ്റ്റുകളെ കിട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഒരു ആണവായുധം, കാരണം ആണവായുധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തെ പരിപാടി അല്ലല്ലോ, എത്രയോ വർഷത്തെ പ്രോസസ്സിംഗ് ആണ്. യുറേനിയം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരേണ്ടതുണ്ട്, അതിന്റെ പ്രോസസ്സിംഗ് പല ഘട്ടങ്ങൾ നടക്കും. അതിന് വലിയ കോസ്റ്റ്ലി ആണ്, വലിയ കാര്യങ്ങൾ അതിന് ആവശ്യമാണ്. അതൊന്നും ഇറാൻ പോലും അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ലെന്നൊക്കെയാണ് ഇറാൻ പറയുന്നത്. ഏതായാലും അതിനുള്ള നീക്കമാണ്, അത് പാകിസ്ഥാന്റെ പക്കലുള്ള ഈ ആണവായുധ ശേഖരങ്ങളെ തകർക്കുക. ഇനി അവർ മുമ്പോട്ട് അധികം പരീക്ഷണത്തിന് പോകാതിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാകണം ഒരുപക്ഷെ ഇപ്പോൾ പാക് സയന്റിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നത്. അതായത് ഇപ്പൊ ചെയ്തിരിക്കുന്നത് വെറും ഒരു ഭീകരാക്രമണമല്ല,
എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു 16 സയന്റിസ്റ്റുകളെ പേരിക്ക താലിബാനോ തട്ടിക്കൊണ്ടുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇതൊരു ഇന്റർനാഷണൽ ഉം. കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. അതിലൊരു പങ്ക് അമേരിക്കയ്ക്കുണ്ടാകാം, ഇന്ത്യക്കുണ്ടാകാം എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ ധനുഷ് ഈ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ അമേരിക്കയ്ക്ക് ദിവസം ഉണ്ടാകാം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കണം കേട്ടോ. ഈ ഇന്ത്യയുടെ ഉപരോധം നേരെ അമേരിക്ക പാകിസ്ഥാന്റെ തലയിലോട്ട് എടുത്തിട്ടത് അമേരിക്കയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അമേരിക്കയ്ക്കെതിരെ ഇവന്മാർ ഒരു ആണവായുധം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ഡൗട്ട് അമേരിക്ക. പിന്നെ ട്രംപ് അവിടെ അധികാരത്തിൽ ദീർഘദൂര വരാൻ പോവുകയാണ്. മിസൈൽ ദീർഘദൂര മിസൈല്. അപ്പൊ അമേരിക്കക്കെതിരെ ഒരു മിസൈല് പാകിസ്ഥാൻ ഉണ്ടാക്കണമെങ്കിൽ അത് അമേരിക്ക ചില്ലറയൊന്നും അല്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു ചിന്ത തന്നെ പാകിസ്ഥാന്റെ തലച്ചോറിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്. കാരണം അല്ല അമേരിക്കയാണ് അവർക്ക് ധനുഷ്, F-16 അവിടെ ഒരു വിമാനങ്ങൾ അടക്കം കൊടുക്കുന്നത് എല്ലായിടത്തും. ധനുഷ് അവിടെ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് നമ്മള് ഉം. മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. നമ്മള് ഉത്തര കൊറിയയുമായിട്ട് ഇതിനിടയ്ക്ക് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എംബസി വീണ്ടും തുറക്കാൻ പോവുകയാണ് ഉത്തര കൊറിയയിൽ. നമ്മള് അത് ശരി. 2021 നമ്മൾ കോവിഡിന്റെ പേര് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങിയതാ. കാരണം ഇവന്മാരുമായിട്ട് ഒത്തുപോകാൻ ആ. പറ്റത്തില്ല നമുക്ക് ഉത്തര കൊറിയയായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ ഉം. നിന്ന് വിഡ്രോ ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ വീണ്ടും അത് തുടങ്ങാൻ പോകുന്നു. ഉത്തര കൊറിയയായിട്ട് നമ്മളിപ്പോ നല്ല ഉം. കണക്ഷൻ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ? ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഈ അമേരിക്കയ്ക്കുള്ള സംശയം വെറുതെ അല്ല. ഉത്തര കൊറിയയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. ഉത്തര ഉം. കൊറിയയിലുള്ള ആയുധം ധനുഷിന് അറിയാമല്ലോ, ലോങ് റേഞ്ച് ആണ്. അമേരിക്ക വരെ എത്താൻ പറ്റുന്ന തരത്തിലുള്ള ആണവ മിസൈലുകളും അതെ അതെ. കാര്യങ്ങളൊക്കെ കിം ജോങ് ഉന്നിന്റെ പക്കലുണ്ട്. അതിന്റെ ആ ആയുധങ്ങൾ പാകിസ്ഥാനോട് ഡീൽ ഉണ്ടാക്കുക. കാരണം ഉത്തര കൊറിയയെ സംബന്ധിച്ച് അവർക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പൈസയ്ക്ക് വേറെ ഉം. മാർഗമൊന്നുമില്ല. ആ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഈ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ഈ പറയുന്ന പാകിസ്ഥാനും ചില ടെറർ ഗ്രൂപ്പുകളും ചർച്ച നടത്തി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉം. പാകിസ്ഥാൻ ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈല് നിർമ്മിക്കുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. ഇതെല്ലാം അമേരിക്ക കണക്കൂട്ടുന്ന വെച്ചാൽ അമേരിക്കയ്ക്ക് ഒരു തലവേദനയാണ് ഈ ഉത്തര കൊറിയ. അവിടെ നിന്നുള്ള ഈ വലിയ സഹായം കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും. അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഉത്തര കൊറിയയുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ടൈപ്പ് ഉണ്ടാകുന്നു, നമ്മുടെ എംബസി വീണ്ടും തുറക്കുന്നു. അത് വലിയ വാർത്തയാണ്. നമ്മൾ ന്യൂസ് ഇന്ത്യ മേള വാർത്ത കൊടുത്തിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉം. താലിബാനുമായിട്ട് അടുക്കുന്നു. അതായത് പാകിസ്ഥാൻ ഈ ഒരു പണിക്ക് ഇനി ഇറങ്ങരുത്. കാരണം കാരണം പാകിസ്ഥാന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഇതിനകത്തേക്ക് ഏത് നിമിഷവും ഈ ഭീകരന്മാരുടെ കയ്യിലേക്ക് ഈ ഭരണം എത്താം. അങ്ങനെ വെളിവും വെള്ളിയാഴ്ച ഉള്ളവന്മാരൊന്നുമല്ല അവിടെ കിടക്കുന്നവന്മാര്. എന്തും ഏത് നിമിഷവും സംഭവിക്കാവുന്ന സാധനം. അതിന് തടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വേണം ഇപ്പോൾ ഈ സയന്റിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയത് കാണാൻ. കാരണം ഇറാനെതിരെ എന്താണോ ചെയ്തിരിക്കുന്നത് അത് പാകിസ്ഥാനെതിരെ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ ഉത്തര കൊറിയയും ഇന്ത്യയുമായിട്ട് ടൈപ്പ് ഉണ്ടാകുന്നു. പിന്നെ ട്രംപും ഈ പറയുന്ന ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. നല്ല അതെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നാം ട്രംപ് കാലത്തും ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അതെ അതെ. അപ്പം സൗത്ത് കൊറിയയിൽ അതുകൊണ്ട് എത്തിയിട്ട് ട്രംപും കിം ജോങ് ഉന്നും കൂടെ ആ നിയന്ത്രണ രേഖയിൽ വെച്ച് കണ്ടല്ലോ ആ വരയിൽ. എന്നിട്ട് ട്രംപ് ചോദിക്കുകയാണ്, ഞാൻ അതെ അതെ അപ്പുറത്തോട്ട് അതെ വന്നോട്ടെ? അപ്പൊ ഉടനെ അവര് പറഞ്ഞു വരൂ. അത് ലോകം തന്നെ ഞെട്ടിപ്പോയ ഒരു വാർത്തയായിരുന്നു. അതെ 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 അതാ ഞാൻ പറഞ്ഞത്. ഈ ഇവരൊക്കെ തന്നെ വലിയ ഫ്രണ്ട്സ്, തിക് ഫ്രണ്ട്സ് ആണ്. ഇത് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം ഒരേ കാറ്റഗറി പെടുന്ന ടീമുകളാണ്. നരേന്ദ്രമോദിയുടെ ആയാലും ട്രംപിന്റെ ആയാലും കിം ജോൺ ഉന്നായാലും വ്യത്യസ്ത ഈ നമ്മൾ പുറമേ കാണുന്ന സ്വഭാവമാണെങ്കിൽ ഇവരുടെയൊക്കെ ഒരു വലതുപക്ഷ രാഷ്ട്രീയം ലോകത്ത് ശക്തിപ്പെടുന്നുണ്ട്. ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ഈ പുടിൻ, ട്രംപ്. ഞാൻ പറഞ്ഞില്ല, ഒരേ കാറ്റഗറിയാണ് ഇവർ. ഒരുത്തിനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചേക്കാം, ഇല്ലെങ്കിൽ പൊടും തന്നെ ഒരു ആക്ഷനാണ് ഇവർക്കുള്ളത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ നടത്തുന്ന നേതാക്കളാണ് ഇവരെല്ലാവരും. ട്രംപൊക്കെ അടുത്ത ഉം. നിമിഷത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്ന നീക്കവും നമുക്ക് ഒരു പിടിയുമില്ല. അതായത് ഒരിക്കലും ഈ കിം ജോൺ ഉന്നുമായിട്ടൊന്നും ട്രംപ് കൂടുമെന്നോ അമേരിക്ക അടുക്കുമെന്നോ വിചാരിച്ചില്ല. പക്ഷെ വളരെ സൗഹൃദത്തിലാണ് ട്രംപിന്റെ കാലത്ത് അത് പോയിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഉം. ഇപ്പൊ ഈ എനിക്ക് തോന്നുന്ന ഒരു 2 ആഴ്ചക്ക് മുമ്പാണ് നമ്മൾ ആ വാർത്ത കൊടുക്കുന്നത്. എംബസി വീണ്ടും നമ്മൾ റെഡിയാക്കാൻ പോകുന്നു. നമുക്ക് ഓൾറെഡി എംബസി അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കോവിഡ് വന്നപ്പോഴത്തേനും നമ്മൾ പതുക്കെ ന്യൂട്രൽ നമ്മുടെ സ്റ്റാഫിനെ മുഴുവൻ പിൻവലിച്ചു. പകരം നമ്മള് അതിന്റെ ഇത് നടന്നിരുന്നത്, അതിന്റെ ഒരു ചാനല് ഓടിക്കൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് അവിടെ സ്റ്റാഫുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉത്തര കൊറിയയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ വീണ്ടും നമ്മുടെ ആ എംബസി വീണ്ടും തുറക്കാൻ പോവുകയാണ് അവിടെ. ഉത്തര കൊറിയയായിട്ട് നമ്മൾ വീണ്ടും അടുക്കുന്നു, താലിബാനുമായിട്ട് നമ്മൾ വീണ്ടും അടുക്കുന്നു. അതായത് ലോകത്തിന്റെ ഒരു ക്രമം മാറുന്നു. അവിടെ ഈ പാകിസ്ഥാന്റെ കയ്യിലേക്ക് പാകിസ്ഥാൻ അമേരിക്കയുടെ കണ്ണിലെ കരടാകാൻ മറ്റൊരു കാര്യം, ഈ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഒരസൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഉണ്ട് ഉണ്ട് ഉണ്ട്. അവരുടെ ഉണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ചൈനയെ പാകിസ്ഥാൻ കണ്ടത് മുഴുവൻ തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു 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 ഉപാധിയായിട്ടാണ് ചൈനയെ കണ്ടത്. പക്ഷെ ചൈനയ്ക്ക് പറ്റിപ്പോയ ശ്രീലങ്കയെ പറ്റിയ ഈ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ ഒരു മാർഗവുമില്ല. ഗദ്ദാർ തുറമുഖം, ആ ഗദ്ദാർ തുറമുഖം പിന്നെ സേഫ് അല്ല.
കാരണം ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെയാണ് അതിന്റെ സൈഡിൽ കിടക്കുന്നവന്മാര്. എപ്പോഴാണ് ഉം. എന്താണ് പണി നടക്കുന്നത് അറിയില്ല. ഈ പാകിസ്ഥാൻ ഇവർക്ക് ഇത് കൊടുത്തെങ്കിലും അവിടെയും ഏത് നിമിഷവും ടെറർ അറ്റാക്ക് ഉണ്ടാകാം. അതായത് ചൈന വിചാരിച്ചതുപോലെ ഒരു കാര്യവും പാകിസ്ഥാനിൽ നടക്കുന്നില്ല. അവർക്ക് അവരുടെ റോഡ് പദ്ധതി ബലൂചിസ്ഥാനിൽ കൂടെ ഒരു ഇഞ്ച് പോലും ഇഴഞ്ഞു നീങ്ങാത്ത അവസ്ഥ. എത്ര എഞ്ചിനീയേഴ്സ് അവർക്ക് നഷ്ടപ്പെട്ടു, എത്ര പേര് നഷ്ടപ്പെട്ടു. അവസാനം എന്താണ് സംഭവിച്ചത്? പാക് പ്രധാനമന്ത്രിക്ക് എംബസി പോകേണ്ടി വന്നു ചൈനയുടെ. അവിടെ പോയിട്ട് കാല് പിടിക്കേണ്ടി വന്നു. ചൈനയുടെ ഉം. ഭരണാധികാരികൾ പറഞ്ഞത് എന്താണ്? ഇത്തരത്തിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ നടപടി നിങ്ങൾക്കെതിരെ എടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഈ ചൈനയുമായിട്ട് പോയതാണ് അമേരിക്കയുടെ കണ്ണിലെ ഒരു കരടാക്കാൻ ഒരു കാരണം. അമേരിക്കയുടെ അല്ല, ഇന്ത്യയുടെ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും കണ്ണിലെ കരടാക്കി. പക്ഷെ ഇപ്പോൾ ആ ചൈന ഉം. പോലും അവരെ പിടിവിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അതായത് ഇന്നലെ ഞാൻ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു ഇന്റർനാഷണൽ മീഡിയയിൽ വന്ന്. അതിൽ അവർ പറയുന്നത് പാകിസ്ഥാൻ ഒരുപക്ഷെ അധികം വൈകാതെ 3 രാജ്യങ്ങളായി മാറുമെന്നാണ് പറയുന്നത്. ഒന്ന് ബലൂചിസ്ഥാൻ, മറ്റൊന്ന് ഈ പറയുന്ന പാകിസ്ഥാൻ, അതിന്റെ മറ്റൊരു ഭാഗം ഇന്ത്യയുടെ കൂടെയും ഇന്ത്യയും പിടിച്ചെടുത്ത് അത് പാക് അധിനിവേശ കാശ്മീരുള്ളത് പാക് അധിനിവേശ കാശ്മീർ അവർ പറയുന്നത് ഇന്ത്യയിലും പോകും. അങ്ങനെ 3ആയി അത് വിഭജിക്കപ്പെടും. അങ്ങനെ വിഭജിക്കപ്പെട്ടാൽ പോലും പാകിസ്ഥാനികൾക്കോ പാക് ഭരണാധികാരികൾക്കോ ഒരു വിഷമവും ഉണ്ടാകില്ലെന്നാ പറയുന്നത്. കാരണം നിലവിൽ എന്താ? വലിയ വിലക്കയറ്റം, നിലവിൽ അവർക്ക് വലിയ വിലക്കയറ്റം, തൊഴിലില്ലായ്മ രൂക്ഷം, ഉം. പണപ്പെരുപ്പ് നിരക്ക് ഉയരുകയാണ്. അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. അപ്പൊ എന്താണ്? തലവേദനയുള്ള ബലൂചിസ്ഥാൻ പൊക്കോട്ടെ, കാരണം അവിടെ ഭീകരവാദ പ്രവർത്തന പ്രശ്നങ്ങളാണ്. അത് പിടിച്ചു വെക്കണ്ട, പോട്ടെ. പിയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു പ്രയോജനമില്ല, പൊക്കോട്ടെ. ബാക്കിയുള്ളിടം നമുക്ക് സേഫ് ആയിട്ട് പോകുമല്ലോ. ബാക്കിയുള്ള അത്രയും ഭാഗത്തെ ജനത്തിന്റെ കാര്യം ഉം. മാത്രം നോക്കിയാൽ മതിയല്ലോ. കാരണം തലവേദനകൾ പൊക്കോട്ടെ എന്നൊരു ധാരണയിലേക്ക് അവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ ഒരു മീഡിയ. അത് ഒരു ആർട്ടിക്കിൾ ആണ് കേട്ടോ. അത് ആ ഒരു ലേഖനം, കുറെ കാര്യങ്ങൾ, ഒരു ഡേറ്റാസ് ഒക്കെ വെച്ചിട്ട് അവർ അതെ, നടന്നൊരു കുറച്ച് ലേഖനമാണ്. ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഉണ്ട് അതില്. സംഭവം കൂടെയാണ്. കാരണം ഇത്രയും ആൾക്കാരെ 33 കോടി ജനങ്ങൾ എന്തോ ഇല്ലേ പാകിസ്ഥാൻ, അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്ന് 25 പറയുന്നത് നടക്കില്ല അത്. ആ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അതിഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്തായാലും താലിബാൻ നിരന്തരം പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഓരോ ദിവസം കഴിയുമ്പോഴും പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ആ, പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് താലിബാനെ വലിയ ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം താലിബാൻ അകത്ത് കയറി വന്ന് പാകിസ്ഥാന്റെ പട്ടാളക്കാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ടെഹ്രീക്കെ താലിബാൻ വെച്ച് കൊന്നൊടുക്കുന്ന കാഴ്ച. അപ്പൊ അത് കഴിഞ്ഞ് പാകിസ്ഥാൻ വീണ്ടും ഒരു ആക്രമണം അങ്ങോട്ടേക്ക് നടത്തി. രാവിലെ 5 മണിക്ക് പല ഗ്രാമങ്ങളും നശിപ്പിച്ചു, ജനങ്ങളെല്ലാം ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ താലിബാന്റെ ഒരു തിരിച്ചടി. അതൊരു വമ്പൻ തിരിച്ചടിയായി പോയി. ഈ 16 സയന്റിസ്റ്റുകളെ, അതും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ നട്ടലൊടിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നെ ആ രാജ്യം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകും. താലിബാന്റെ കയ്യിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യമാണ്. കോൺസ്പിറസീസും സ്പെക്കുലേഷനും ഒക്കെ നമുക്ക് ഒരുപാട് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ അടക്കം പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയൊലികൾ എന്താണെന്ന് നമുക്ക് നോക്കാം, കണ്ടറിയാം. ഓക്കെ വിജയ്, താങ്ക് യു സോ മച്ച്.